ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മനു അവിടെ ഇരുന്ന് മൊബൈലിലൊക്കെ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നു. അപ്പോൾ ചാടി എടുത്തു. അത് വേറെ ആരും ആയിരുന്നില്ല, അലീന. ഹലോ മനുവേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പം ഞാനേ ഈ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ കോളിന് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്തതെന്ന് അലീന ചോദിച്ചപ്പം അല്ല, ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വേറൊരു സുന്ദരിക്ക് വേണ്ടിയിട്ട്, അവളുടെ കോളിന് വേണ്ടിയാ. അപ്പോൾ അത് ആരാണ് ആ സുന്ദരി? ഇതുവരെ മനുവേണ്ട അത് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അലീന പറയുമ്പം പറഞ്ഞാലേ കുശുമ്പ് വർക്കൗട്ട് ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പറയാതിരുന്നതാ. കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്തിനാ? അങ്ങോട്ട് വിളിച്ചുകൂടെ എന്ന് ചോദിച്ചു. കോൾ ഇങ്ങോട്ട് വരണം, അതാണ് നമുക്കൊരു വെയിറ്റ്. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതെന്ന് നമ്മുടെ മനു. വെയിറ്റ് രണ്ട് വെയിറ്റും കൂടെ ചേർന്ന് കൺഫ്യൂഷനായി എന്ന് നമ്മുടെ അലീന പറയാം. അപ്പം മനു ഇരുന്ന് ചിരിക്കുക കേട്ടോ. അല്ല, വേറൊരു ഈ സുന്ദരിക്ക് ഒരു കുശുമ്പും തോന്നിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, തോന്നണമായിരുന്നോ? അപ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ ആ കുശുമ്പ് തോന്നുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം എനിക്കുള്ളത് എനിക്ക് തന്നെ കിട്ടുമെന്ന് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു സംശയിക്കണം എന്ന് അലീന മനുവിനോട് ചോദിക്കാം. അപ്പോൾ അടാറും മറുപടിയാണ് കേട്ടോ. അപ്പോൾ ഒരു പിടിയും തരരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സംശയം എന്തായിരുന്നെന്ന് അറിയോ മനുവേട്ടന്? എന്തായിരുന്നു? എനിക്കതറിയില്ലല്ലോ. അപ്പോൾ എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോയോ എന്ന്. ഇപ്പോൾ പഴയതുപോലെ അന്വേഷണമൊന്നും ഇല്ലല്ലോ. അപ്പോൾ പരിഭവമൊക്കെ ഉണ്ടല്ലേ? സത്യം പറഞ്ഞാലേ സ്നേഹം കൂടുതലേ ഉള്ളൂ. ഇപ്പം എൻ്റെ അടുത്തുണ്ടല്ലോ എന്നൊരാശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴോ ഞാൻ അകന്നു പോയി എന്ന് തോന്നണുണ്ടോ എന്ന് അലീന ചോദിക്കുമ്പോൾ ഇല്ല, ഇപ്പം എൻ്റെ ആശ്വാസം നീ ഇവിടത്തേക്കാളും സേഫായിട്ടുള്ളൊരു സ്ഥലത്തുണ്ടല്ലോ എന്നുള്ളതാണ്. സ്വന്തം പപ്പയുടെ സംരക്ഷണ വലയത്തിലല്ലേ, എല്ലാ സുഖസൗകര്യങ്ങളും നിനക്കുണ്ടല്ലോ. അച്ഛൻ്റെ കൂടെ ഞാൻ ഇതിലും സുരക്ഷിതയായിരുന്നു എന്ന് അലീന അന്നേരം പറയാം കേട്ടോ. അച്ഛനോടുള്ള അത്ര ഇൻറ്റിമസി എനിക്ക് പപ്പയോടില്ല എന്ന് അലീന പറയാം. അതുപോലെ അച്ഛനാണ് എൻ്റെ റോൾ മോഡൽ അച്ഛൻ. അപ്പോൾ അങ്കിളിനോട് ഇത് പറയണം. അങ്കിളിത് കേൾക്കുമ്പോൾ എത്രമാത്രം സന്തോഷിക്കുമെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പം അച്ഛനറിയാം, ഞാൻ പറയേണ്ട ആവശ്യമേ ഇല്ല എന്ന് അലീന പറയാം. ഓക്കെ, ഇനി നീ അറിയാത്തൊരു സത്യം ഞാൻ നിന്നോട് പറയട്ടെ. ബാലചന്ദ്രൻ അങ്കിളല്ലായിരുന്നു വാസ്തവത്തിൽ നിൻ്റെ ലോക്കൽ ഗാർഡിയൻ. അപ്പോൾ അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. വേറെ ആരാ മനുവേട്ടാ? അപ്പോൾ ഈ ഞാൻ നീ ഇവിടുന്ന് പോകുന്നത് വരെ ഞാൻ അങ്ങനെയാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നേ. മുത്തശ്ശൻ നിന്റെ ഉത്തരവാദിത്വം എന്നെയാണ് ഏൽപ്പിച്ചതേ. ഞാനാണല്ലോ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പം ഞാനല്ലേ നിന്റെ രക്ഷകർത്താവ്. അത് വളരെ ശരിയാ, അത് ഞാൻ സമ്മതിച്ചു. ഇതൊക്കെ നേരത്തെ ഒന്ന് പറയണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചു അച്ഛനാണ് എൻ്റെ രക്ഷകർത്താവെന്ന്. അങ്കിള് വെറും കസ്റ്റഡിയൻ മാത്രം, പക്ഷെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ എനിക്കായിരുന്നില്ലേ. ഇപ്പോഴോ? ഇപ്പം നിനക്കൊരു ഓണറുണ്ടല്ലോ, സ്വന്തം പിതാവ്. അദ്ദേഹം നിന്റെ ഗാർഡിയനാണ്, കസ്റ്റഡിയനാണ്, എല്ലാം ആണ് അല്ലേ. റിട്ടയേർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളെന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനമല്ലേ എന്നൊക്കെ മനു ഇങ്ങനെ ചോദിക്കാം. അന്നേരം ഉണ്ട് മനുവേട്ട, ഞാനത് തിരിച്ചറിയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എതിരാളികൾ ആരെങ്കിലും രംഗപ്രവേശനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതുവരെ വന്നിട്ടില്ല, വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് അലീന നേരം സന്തോഷമായിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പം മനുവേട്ടൻ്റെ സുഖമല്ലേ എന്ന് ചോദിച്ചു. അതെ, സുഖമാണ്. നീ വിളിച്ചത് കൊണ്ട് പൂർണ്ണ സുഖമായെന്നും മനു പറയാം. പോ മനുവേട്ടാ, ഒന്ന് കളിയാക്കാതെ. അല്ലടി, ഞാൻ സത്യം പറഞ്ഞു തന്നേ. ഓക്കെ, ഞാൻ എന്നാൽ നാളെ വിളിക്കാം കേട്ടോ. ഇപ്പോൾ വെച്ചോട്ടെ. അപ്പോൾ ഓക്കെ ഡി, ഗുഡ് നൈറ്റും പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. അലീന ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു, മനു അവിടെ സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ കാണിക്കുന്ന അലീന കിടന്നിടത്തുനിന്ന് എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അതൊക്കെ കണ്ണൊക്കെ തുറന്നു വന്ന് നോക്കുമ്പോൾ പപ്പ മുന്നിൽ വന്ന് നിൽക്കുന്നു. അലീന എന്നും പറഞ്ഞു വിളിച്ച്. അങ്ങനെ അലീന പതുക്കെ എഴുന്നേറ്റു. നീ എന്താ ഇത്ര നേരത്തെ ഇവിടെ ഫുഡ് കഴിക്കാൻ സമയമായതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നൊരു ക്ഷീണം, ഇപ്പം തന്നെ കിടക്കാമെന്ന് വിചാരിച്ചേ എന്നൊക്കെ പറഞ്ഞു. അപ്പം നിനക്ക് എന്തുകൊണ്ടാണ് ക്ഷീണം വന്നതെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു. അറിയാം, ഉപവാസം എടുത്തത് കൊണ്ടാണെന്ന് അലീന പറയാം. അപ്പോൾ എല്ലാം നിനക്ക് അറിയാമല്ലേ? ഞാനൊരു പട്ടാളക്കാരനാണ്, എന്നെ തോൽപ്പിക്കാമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കാം. ഇല്ല, ഞാൻ തോൽക്കാം എന്ന് തീരുമാനിച്ചാൽ അതിനും കുഴപ്പമില്ലല്ലോ, അത്രയും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ എന്ന് അലീന അദ്ദേഹത്തിനോട് പറയാം. അപ്പോൾ നീ തോൽക്കണമെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പം ഇപ്പം ഞാൻ വരാം, പക്ഷേ എപ്പോഴും തോൽക്കാം പറയല്ലേ പപ്പ എന്ന് അലീന പറയാം. ഒരുപാട് തോറ്റിട്ട് വന്നതല്ലേ ഞാനെന്ന് അലീന ഇങ്ങനെ പപ്പയോട് പറയാം. അത് കേട്ടപ്പോൾ പപ്പയ്ക്കൊരു വിഷമം.
എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ അലീനയെ വിളിക്കുക. എന്നിട്ട് അലീനയുടെ കൈ പിടിച്ച് അലീനയും കൊണ്ട് പോവുകയാണ് ഫുഡ് കഴിക്കാൻ. എന്നിട്ട് അവർ ചെന്നു ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നു. അപ്പോഴേക്കും അവിടുത്തെ ജോലിക്കാർ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആൻ്റപ്പൻ ചേട്ടനും ഉണ്ട്, നമ്മുടെ മറ്റേ ചേട്ടനും ഉണ്ട്. അവരിങ്ങനെ നിൽക്കുന്നു. അലീനയോട് ഇരിക്കാൻ പറഞ്ഞു. അലീന വന്നിരുന്നു. ഫുഡ് ഇങ്ങനെ എടുത്ത് കൊടുക്കപ്പോൾ ലൈം ജ്യൂസ് കുടിച്ചിട്ടാണ് നിരാഹാരം അവസാനിപ്പിക്കേണ്ടത് എന്ന് അച്ഛൻ മോളോട് പറഞ്ഞു. നമ്മുടെ അലീന ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പം വല്യപ്പച്ചൻ്റെ കാര്യം ചോദിച്ചു. എൻ്റെ കൂടെ കൂടി നിരാഹാരത്തിലിരിക്കുക പാവമെന്ന് അലീന പറയുമ്പോൾ അത്ര പാവമൊന്നും അല്ല, നിന്നെ കാണുമ്പോൾ എന്നെ മറക്കുന്ന അപ്പനാണെന്ന് സ്റ്റാൻലി. ഏതായാലും നീ പോണ്ട ആൻ്റപ്പാ, നീ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ആൻ്റപ്പനെ പറഞ്ഞു വിട്ടു. പൗലോസേ, എന്തോ? എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. അലീന എൻ്റെ മോളാണെന്ന് നിനക്കറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ തലയാട്ടുക. വെറുതെ തലയാട്ടിയാൽ പോരാ, അറിയാമെങ്കിൽ അറിയാമെന്ന് പറയണം. അപ്പോൾ അറിയാം സാർ, എനിക്കറിയാം. നാളെ മുതൽ ഇവൾ പറയുന്നത് പോലെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നിവിടെ ഫുഡ് ഉണ്ടാക്കണ്ട എന്ന് ഇവൾ പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് സ്റ്റാൻലി. നാളെ സദ്യ വെക്കണമെന്ന് ഇവൾ പറഞ്ഞാൽ സദ്യ വെച്ചിരിക്കണം. കേട്ടല്ലോ ഞാൻ പറഞ്ഞത്? ഇഷ്ടപ്പെട്ടില്ല. കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം. കേട്ടു സാർ, ഞാൻ കേട്ടു. പൗലോസ് ഇങ്ങനെ നോക്കുക അലീനെ. ഇവളെ പറ്റി എന്തെങ്കിലും പരാതി പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ഇനി മേലാ വന്നേക്കരുത്, കേട്ടല്ലോ? അതായത് നിന്റെ മുന്നിൽ ഇനി രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നെങ്കിൽ അലീന പറയുന്നത് പോലെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ജോലി മതിയാക്കി സ്ഥലം വിടുക. അപ്പോഴേക്കും പൗലോസ് ഇങ്ങനെ നോക്കുക. എന്താന്ന് വെച്ചാൽ നീ തീരുമാനിച്ചോളാൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അലീനയ്ക്ക് സന്തോഷമായി. പൗലോസ് ഞെട്ടി അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണ്. ഇതൊന്നും നിന്നോട് ദേഷ്യപ്പെട്ട് പറയുന്നതല്ല, ഓരോ സജഷൻ പറഞ്ഞതായിട്ട് കണക്കാക്കിയാൽ മതിയെന്നും പറഞ്ഞു. പൗലോസ് പെട്ടു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അലീന നേരം പൗലോസിനെ ഇങ്ങനെ നോക്കുക കേട്ടോ. എന്താ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയടാ പൗലോസേ. ഞാൻ ഇത്രയും കാലം ഒരു പരാതിക്കും ഇടം കൊടുക്കാതെയാണ് എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ കൊള്ളരുതാത്തവനാണെന്നും എൻ്റെ ഫുഡ് മോശമാണെന്നും സാറ് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും നിന്നെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം തന്നെയുള്ളൂ. നീ മിടുക്കൻ തന്നെയാണ് പൗലോസേ. നിന്നെപ്പോലെ ഇത്രയും ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളെ ഇന്നേ വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ പറയുന്നത് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ്. അലീനയുടെ കൂടെ അഭിപ്രായം അനുസരിച്ച് വേണം അത് ചെയ്യാനെന്നാണേ പറഞ്ഞുള്ളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിനക്കെന്ന് ചോദിക്കുമ്പം അലീന ഇങ്ങനെ പൗലോസിനെ നോക്കുക. അലീനയ്ക്കതൊരു അഭിമാനമായിരുന്നു, പപ്പ തന്നെ അംഗീകരിച്ചതിൻ്റേതായിട്ടുള്ള ഒരു അഭിമാനം. അങ്ങനെ നമ്മുടെ അലീന ഇരിക്കും കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് ആലോചിക്കാനുണ്ട് സാറെന്ന് പൗലോസ് പറഞ്ഞു. അപ്പോൾ നീ ആലോചിക്കുക, നാളെ രാവിലെ വരെ നിനക്ക് സമയമുണ്ട് എന്ന് അദ്ദേഹം പറയാം, പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പൗലോസിനെ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞിട്ട് പൗലോസ് അലീനയെ തുറച്ച് നോക്കി അവിടെ നിന്ന് പോയപ്പോൾ താങ്ക് യു പപ്പ എന്ന് പറഞ്ഞു അലീന. നീ ഇത് കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ അലീനയെ കൊണ്ട് അത് കുടിപ്പിച്ചു. അലീന അത് കുടിച്ചു. അങ്ങനെ നിരാഹാരമൊക്കെ അവസാനിപ്പിച്ചു. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയുടെ കൊട്ടാരത്തിൻ്റെ സർവാധികാരവും അലീനയ്ക്ക് കൈമാറി അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം പിന്നെ മോൾക്ക് ഭക്ഷണം എടുത്തു, വിളമ്പി കൊടുക്കുന്നു. ആ സമയം നമ്മുടെ അലീന ഇങ്ങനെ നോക്കുക. എന്നിട്ട് സോറി പപ്പ എന്ന് പറഞ്ഞു കേട്ടോ, കയ്യിൽ പിടിച്ച്. എന്തിനാ നീ സോറി പറയുന്നേ? അപ്പം പപ്പയ്ക്കെതിരെ സമരം ചെയ്തതിന്? അപ്പോൾ സമരം തന്നെ ആയിരുന്നല്ലേ എന്ന് സ്റ്റാൻലി ചോദിച്ചു. അപ്പോൾ സോറി പപ്പ എന്ന് പറഞ്ഞു അലീന. ഇറ്റ്സ് ഓക്കെ, മോള് കഴിക്കുന്നു പറഞ്ഞു. അങ്ങനെ അലീനയും പപ്പയും കൂടെ കഴിക്കുക. അങ്ങനെ പപ്പ കഴിക്കുന്നത് നോക്കിയിരിക്കുക. പിന്നെ നമ്മുടെ പപ്പയോട് വാരി തരാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ തന്നിട്ട് വേണം പിന്നെ നിരാഹാരം അവസാനിപ്പിക്കാനെന്നൊക്കെ അലീന ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പപ്പ ഒരു സ്പൂണിലെടുത്ത് അലീനയ്ക്ക് വാരി കൊടുക്കാൻ നോക്കും. അപ്പോൾ പപ്പയുടെ കൈ കൊണ്ട് എനിക്ക് എടുത്തു തരാൻ അലീന പറയാം കേട്ടോ. അപ്പോഴത്തേക്കും അദ്ദേഹം ഞെട്ടി. ഒരപ്പൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്വന്തം മോൾക്ക് എടുത്തു തരുന്നതല്ലേ എന്ന് അലീന ഇങ്ങനെ പപ്പയോട് ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ ചീപ്പ് സെൻറ്റിമെൻറ്റ്സ് അല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം അത് പപ്പയ്ക്ക്, എനിക്കത് അങ്ങനെയല്ല എന്ന് അലീന ഇങ്ങനെ സ്റ്റാൻലിയോട് പറയുന്നു. അപ്പോഴേക്കും തൻ്റെ കൈ കൊണ്ട് തൻ്റെ മകൾക്ക് വാരി കൊടുക്കുകയാണ്. അങ്ങനെ പപ്പ വാരി കൊടുത്തത് മേടിച്ച് കഴിച്ച് നമ്മുടെ അലീന ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നു. പക്ഷേ ആ ഒരു സന്തോഷം അദ്ദേഹത്തിനും കിട്ടി. അദ്ദേഹം ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പപ്പ എന്നും പറഞ്ഞ് അലീന വിളിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ അലീനയും പപ്പയ്ക്ക് വാരി കൊടുക്കാൻ നോക്കുമ്പോൾ എന്താ ഇതെന്ന് ചോദിച്ചു. അപ്പോൾ പപ്പയുടെ മോൾ ആദ്യമായിട്ട് തരുന്നതല്ലേ
വാ തുറക്ക് പപ്പ എന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ പറഞ്ഞു. പക്ഷെ സ്റ്റാൻലിക്ക് അങ്ങനെ അത്ര അങ്ങോട്ട് ഒരു ഇത് തോന്നുന്നില്ല. പക്ഷേ അലീന നിർബന്ധിച്ചത് കൊണ്ട് വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ പപ്പ അതും വാങ്ങിച്ചു കഴിച്ചു. അലീന ഇതൊക്കെ കണ്ട് സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുക. പതുക്കെ പതുക്കെ ആ അച്ഛനും മകളും ഒരുപാട് അടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ തൻ്റെ പപ്പയെ നോക്കി അലീന ഇങ്ങനെ ഇരിക്കുന്നു. താങ്ക് യു പപ്പ, താങ്ക് യു എന്നും പറഞ്ഞ് അലീന ഇങ്ങനെ നേരത്തേക്കും കരയും കേട്ടോ. അദ്ദേഹം നേരത്തേനും ഭക്ഷണത്തിൽ കൈയിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. മോള് കഴിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിനാണെങ്കിൽ ഭയങ്കര ഒരു ഇത്. ആ സമയത്ത് പപ്പ ഞാൻ പോയി വല്യപ്പച്ചനെ കൂട്ടിക്കൊണ്ട് വരട്ടെ പ്ലീസ് പപ്പ. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അലീന പോയപ്പോൾ പപ്പ ഇങ്ങനെ ഭയങ്കര ഇതായിട്ടിരിക്കുക. ആ സമയത്ത് നമ്മുടെ വല്യപ്പച്ചൻ്റെ അടുത്തേക്ക് അലീന ചെന്നു ഫുഡ് കഴിക്കാൻ വിളിച്ചു. നമ്മൾ നിരാഹാരത്തിലല്ലേ എന്ന് ചോദിച്ചു വല്യപ്പച്ചൻ. അത് സാരമില്ല വാ. ലാലിച്ച വന്ന് വിളിച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞും പോയല്ലോ മോനെ. ഇനി എങ്ങനെയാ നാണം കെട്ട് ചെല്ലുന്നേ? എൻ്റെ അവതക്കുട്ടിച്ചായ സമരമൊക്കെ തീർന്നു, കോംപ്രമൈസായി. അതെങ്ങനെയാന്ന് ചോദിച്ചു. മണിക്കൂറുകളോളം നീണ്ടു നിന്ന ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ശേഷം അപ്പോൾ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് സ്വന്തം മകളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതായി പ്രഖ്യാപിച്ചു. സമരം ജയിച്ചോ? ജയിച്ചെന്നേ. ഇങ്ങ് വാ ഇങ്ങോട്ട്. എന്നതാ സംഭവിച്ചൊന്ന് പറ. പാപ്പ എന്നെ ഡൈനിങ് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് പൗലോസേട്ടനെ വിളിച്ചു. അലീന എന്തു പറഞ്ഞാലും ഇത് അനുസരിച്ചോളണമെന്നുള്ള ഒരൊറ്റ ഓർഡർ അങ്ങോട്ടേക്ക് ഇട്ടു. ആഹാ, അപ്പോ പൗലോസ് ഢീം അല്ലേ? വാ വിശന്നിരിക്കല്ലായിരുന്നു എന്ന് മുഴുവൻ. എൻ്റെ മോളെ സത്യം പറഞ്ഞാലേ ഇന്ന് രാത്രി അടുക്കളയിൽ കയറി കട്ട് തിന്നാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ആഹാ അവതക്കുട്ടിച്ചായ പേര് കളഞ്ഞ് കുളിക്കല്ലേ. ഇനിയിപ്പോൾ അതൊന്നും വേണ്ടല്ലോ, നമുക്ക് കഴിക്കാവല്ലോ വാ എന്നും പറഞ്ഞിങ്ങനെ വല്യപ്പച്ചനും മോളും കൂടി പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ ആയി. നമ്മുടെ വല്യപ്പച്ചനും അതുപോലെ സ്റ്റാൻലിയും കൂടെ നടക്കാൻ ഇറങ്ങിയേക്കുക. അവരുടെ ആ ഒരു വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. നീ എന്നാ ഒരു നടപ്പാടാ നടക്കുന്നത്? എനിക്ക് നിന്റെ പ്രായമാണോ? എടാ പതുക്കെ പോടാ എടാ എന്നും പറഞ്ഞിങ്ങനെ വിളിക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ സ്റ്റാൻലി അവിടെ നിന്നു. ആ സമയത്ത് വല്യപ്പച്ചൻ പതുക്കെ ഇങ്ങനെ നടന്ന് വരുക. അപ്പച്ചൻ പതുക്കെ വാ. അപ്പം എനിക്ക് നിന്റെ പ്രായമാണോടാ? അയ്യോ ഞാൻ മടുത്തടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വല്യപ്പച്ചൻ പറയാം. നീയേ ഇതങ്ങ് ശീലമാക്കിക്കൊള്ളാൻ പറഞ്ഞു. ഈ കാലത്തെ ഉള്ള നടത്തം കേട്ടോ എന്നും പറഞ്ഞു വല്യപ്പച്ചൻ ഇങ്ങനെ നടക്കുക കൂട്ടത്തിൽ. ഇതൊക്കെ ഉണ്ടായിരുന്നെന്ന് അപ്പച്ചൻ അറിയാമല്ലോ. ആർമിയിലായിരുന്ന സമയത്ത് പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റ് പരേഡ് ഗ്രൗണ്ടിലേക്ക് പോകും. അപ്പം നീ കുളത്തൂർപ്പുഴ വന്നതിന് ശേഷം അതൊക്കെ അങ്ങ് നിർത്തി അല്ലേ? അപ്പം നിർത്തിയിട്ട് 4-5 വർഷമല്ലേ ആയിട്ടുള്ളൂ. ജീവിതം ബോറടിച്ച് തുടങ്ങിയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ലെന്നേ. ഇപ്പോൾ നിന്റെ ബോറടിയൊക്കെ മാറിയോ എന്ന് വല്യപ്പച്ചൻ അന്നേരം ചോദിച്ചു. രാവിലെ നടക്കാൻ ഇറങ്ങിയത് കൊണ്ട് ചോദിച്ചതാ കേട്ടോ എന്നും പറഞ്ഞു വല്യപ്പച്ചൻ ഇങ്ങനെ നടന്നങ്ങ് പോണു. അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലി ഇപ്പം എൻ്റെ തലയ്ക്ക് മീതെ ഒരു ലേഡി കമാൻഡർ വന്ന് നിൽക്കല്ലേ, ബോറടിച്ചിരിക്കാൻ പോലും അവളെന്നെ സമ്മതിക്കുന്നില്ല എന്ന് കാര്യം പറഞ്ഞു. അപ്പം നിനക്ക് ശരിക്കും പേടിയുണ്ടല്ലേ? എടാ മോനെ ചുമ്മാ വിടുവായൊന്നും പറയൊന്നും അല്ല. അവൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ സറണ്ടർ ആവത്തില്ല അപ്പച്ച. ഇതേ ഞാൻ അവൾക്ക് വെറുതെ അങ്ങ് ഇട്ട് കൊടുത്തതാ. അവൾക്ക് സന്തോഷിക്കാനും എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അപ്പോൾ അവൾ നിന്നോട് പറഞ്ഞായിരുന്നോ രാവിലെ ആയിട്ട് നടക്കാനായിട്ട് അല്ലെങ്കിൽ നടക്കാൻ പോകാനായിട്ട്? അങ്ങനെ പറയാനുള്ള ധൈര്യം ഉണ്ടോ അവൾക്ക്? അതും എന്നോട് ഉണ്ടോ അപ്പച്ച? രാവിലെ എഴുന്നേറ്റ് 3/4 മണിക്കൂർ നടക്കുകയാണെങ്കിൽ പപ്പയുടെ പ്രായം ഇപ്പോഴത്തേക്കാൾ പകുതിയേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൻ ചെറുപ്പമാകാൻ തന്നെ തീരുമാനിച്ചല്ലേ? കൊള്ളാം. അവൾ ആരാ മോള് മർമ്മത്തല്ലേ പിടിച്ചത് എന്ന് വല്യപ്പച്ചൻ പറയുമ്പം സംഭവം ശരിയല്ലേ അപ്പച്ചാ? എനിക്ക് കുറച്ചുകൂടി എനർജറ്റിക് ആവാനുണ്ട്. ഈ അലസതയൊക്കെ മാറിക്കഴിയുമ്പോൾ ഞാൻ പഴയതുപോലെ കുറച്ചുകൂടി പവർഫുൾ ആകുമെന്ന് പറഞ്ഞു. അപ്പം അതിനെന്താ സംശയം? എടാ നല്ല ചെറുപ്പത്തിലേ നിന്റെ ബോഡി ഉരുക്കുപോലെ അല്ലായിരുന്നോ എന്ന് വല്യപ്പച്ചൻ ചോദിക്കാം. നീ പുഷ്പം പോലെ എന്നെ എടുത്ത് തലയ്ക്ക് മീതെ വരെ പൊക്കുമായിരുന്നു. അന്നൊക്കെ ഞാൻ ഓർത്തതേ നീ ഒരു നെപ്പോളിയൻ ബോണപ്പാർട്ടായി മാറുമെന്നൊക്കെ ആയിരുന്നു. അത് കേട്ടപ്പം അതൊരു വല്ലാത്ത പ്രതീക്ഷയായി പോയല്ലോ എൻ്റെ അവതക്കുട്ടിച്ചായ. ഭയങ്കരമായി പോയി കേട്ടോ എന്ന് വല്യപ്പച്ചനോട് പറയണോ മകൻ. എടാ നെപ്പോളിയൻ വെറും ഒരു പടയാളിയായിരുന്നു. നീയും പട്ടാളത്തിലായിരുന്നില്ലേ? എന്നാലും ഞാൻ സമ്മതിച്ചു. അപ്പച്ചൻ്റെ ഒരു സങ്കല്പമേ. അങ്ങനെ ആകാഞ്ഞത് ഒരു കണക്കിന് നന്നായി. അങ്ങനെ എങ്ങാനും ആയിരുന്നെങ്കിൽ നീ ഇപ്പോൾ 2 തവണ ഇതിൽ തോറ്റേനെന്നൊക്കെ പറയാം.
അപ്പോൾ അതെന്നാണ് അപ്പച്ചൻ എന്നെ അങ്ങനെ അങ്ങ് താഴ്ത്തി കെട്ടി പറഞ്ഞത്? ഞാൻ പോരാത്തവനാണോ അപ്പച്ച? അപ്പം നീ മിടുക്കനാ, എൻ്റെ മോനല്ലേ, അത് പിന്നെ എനിക്ക് അറിയരുതോ? പക്ഷേ നിന്റെ കൂടെ നിൽക്കുന്നവർ കൊള്ളത്തില്ല, അവർ നിന്നെ കുഴിയിൽ വീഴ്ത്തും. ഇപ്പം നിൽക്കുന്ന ലേഡി കമാൻഡർ ആൾ കൊള്ളാം, സൂപ്പറാ. നിന്നെ കൊണ്ട് യുദ്ധം ചെയ്യിക്കാനും യുദ്ധം ചെയ്യിപ്പിക്കാനും ശേഷിയുള്ളവളാണ് അവളെന്ന കാര്യമൊക്കെ പറഞ്ഞ് വല്യപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്റ്റാലിൻ ഇങ്ങനെ നോക്കും അപ്പച്ചനെ തന്നെ തുറിച്ച്. അങ്ങനെ ആ ഒരു നോക്കി നിൽപ്പിൽ ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.